അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീലയാകുന്നത് എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷിഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സിലെ വിഷയങ്ങൾ. അതിൻ്റെ തന്നെ മറ്റൊരു വശമാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം വൈജ്ഞാനികമായ ഒരു ഭാഗമാണ്. അത് വൈജ്ഞാനികമെന്ന് ഞാൻ പറയുന്നത് തബ്ലീഗ് രംഗത്തെ വളരെയധികം ഉപയോഗിക്കുകയും എന്നാൽ പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ശരിയായ ഫലം ലഭിക്കാതെ അതല്ലെങ്കിൽ വിപരീത ഫലം ലഭിക്കുന്ന വിധത്തിൽ ചില വാദമുഖങ്ങൾ നിരത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും ഗഹനമായി വിഷയങ്ങൾ പഠിക്കാൻ സമയം കിട്ടാതിരിക്കുകയോ അതല്ലെങ്കിൽ അതത്ര അതിന് വേണ്ട പരിഗണന നൽകുകയോ ചെയ്യാത്തവർക്ക് സംഭവിക്കാറുണ്ട്. അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിഷയം ക്രമീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നും അഹമ്മദ് എന്നുമുണ്ട്. മുഹമ്മദ് എന്നാൽ അധികമായി സ്തുതിക്കപ്പെട്ടവൻ, അഹമ്മദ് സ്തുതിക്കുന്നവൻ എന്ന അർത്ഥമാണുള്ളത്. ഇത് രണ്ടിനെയും ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് നജ്മുൽ ഹുദ എന്ന ഗ്രന്ഥത്തിൻ്റെ ആരംഭ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. എന്താണ് മുഹമ്മദ്, എന്താണ് അഹമ്മദ് എന്നും അഹമ്മദിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും മുഹമ്മദ് എന്ന നാമത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആരംഭിച്ചിരുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വചനം നമ്മൾ ബാങ്കിന് ശേഷം ചെയ്യുന്നൊരു ദുആ, ആത്തി മുഹമ്മദനിൽ ഫളീലത്ത വസീലത്ത് വൽ ഫളീലത്ത് വ ദർജത്ത് റഫിയത്ത വബഅസഹു മഖാമ മഹ്മൂദ. അതിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ നീ ഫളീലത്തും വസീലത്തും നൽകണമേ. ഇത് രണ്ടുമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. വബഅസഹു മഖാമ മഹ്മൂദ, മഖാമെ മഹ്മൂദും അഥവാ സ്തുത്യർഹമായൊരു സ്ഥാനവും നീ അങ്ങക്ക് നൽകണമേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇതിലെ അഹമ്മദും മുഹമ്മദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്മൂദ് എന്ന അഥവാ സ്തുത്യർഹമായ സ്ഥാനം, ഇത് മൂന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചതാണ് ഞാൻ ആരംഭത്തിൽ പറയുന്നത്. അതിന് ശേഷം അഹമ്മദും മുഹമ്മദും വിവരിക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ എളുപ്പമാവുകയുള്ളൂ. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഒരിക്കലൊരു ഖുത്ബ ജുമയിൽ മഖാമെ മഹ്മൂദിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: മഖാമെ മഹ്മൂദ് സെ മുറാദ് ഹെ ഹംദ് ക മഖാം. മഖാമെ മഹ്മൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹംദിൻ്റെ മഖാം അഥവാ സ്ഥാനമാണ്. ഹംദ് എന്നാൽ സ്തുതി എന്നാണ് വാക്കിനർത്ഥം. और हम्द का गहरा ताल्लुक अल्लाह ताला की ज़ात से है. ഹംദ് എന്നത്, സ്തുതി എന്നത് അതിൻ്റെ ഗഹനമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലാണ്. അത് നമ്മൾ പലരെയും സ്തുതിക്കാറുണ്ട്, പലരുടെ സ്തുതിയും കേൾക്കാറുണ്ട്. പക്ഷേ ആരെ സ്തുതിക്കുകയാണെങ്കിലും ആര് സ്തുതിക്കുകയാണെങ്കിലും അതിൻ്റെ
ഗഹനതയിൽ നാം ചെന്നെത്തുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സാത്തുമായിട്ട്, അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായിട്ട് ബന്ധിതമായിരിക്കും. അല്ലാത്ത സ്തുതികളെല്ലാം തന്നെ നിരർത്ഥകമായിരിക്കും. അതെങ്ങനെയെന്ന് ഹുസൂർ തന്നെ വിവരിക്കുന്നുണ്ട്. बस मकाम महमूद एक ऐसे मकाम का नाम है जो मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की हम्द को अल्लाह ताला की हम्द की सफ़ में इस तरह मुदगम कर दे कि एक पहलू से देखे तो मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम दिखाई दे और दूसरे पहलू से देखे तो खुदाई दिखाई दे। यानी हम्द एक दूसरे के साथ मिलकर इस तरह एक जान हो जाए कि एक को दूसरे से अलग न किया जा सके. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഖാമെ മഹ്മൂദ് നൽകപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ, അതായത് ഹംദ് ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ ഉയർന്നു പോവുകയും ആ പ്രകീർത്തനത്തിൽ അങ്ങേയറ്റത്ത് ഒരു പദവിയിലെത്തുമ്പോൾ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രകടമാവുകയും ചെയ്യുന്നു. ഈ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായിട്ട് പ്രകടമാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹംദും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹംദും രണ്ടും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതെങ്ങനെയാണ് ചേരുന്നത് എന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ആ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ മഖാമെ മഹ്മൂദ് എന്ന് പറയുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്തുതിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉദാഹരണമായി നമ്മൾ ചില സാധാരണ സംസാരങ്ങളിൽ ഞാൻ ഇന്ന വിധത്തിലൊരു പ്രശ്നത്തിലകപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക കരുണ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു അഹംഭാവം വരേണ്ടതില്ല, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയാണ് ഇതുള്ളത്, എൻ്റേതായിട്ട് ഇതിലൊന്നുമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് പറയാറുള്ളത്. ചിലപ്പോൾ പാപ ഭയം കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഞാൻ അവഗണിക്കുന്നു എന്ന തോന്നൽ കാരണം എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളാലും നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട്, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട്. പക്ഷെ ഒന്നുകൂടെ ഗഹനമായിട്ട് ആലോചിച്ചാൽ അവിടെ നാം നമ്മുടേതായിട്ടുള്ള ചില കൗശലങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ സംയോജിതമായി നാം പ്രവർത്തിച്ചത് കൊണ്ടോ, അതല്ലെങ്കിൽ ബുദ്ധിപരമായി നാം പ്രവർത്തിച്ചത് കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക കഴിവുകൾ കൊണ്ടോ ഈ കാര്യങ്ങൾ നിർവഹിച്ചു എന്നായിരിക്കും പറയുന്നത്. അതിഗഹനമായിട്ട് നമ്മൾ നമ്മെ തന്നെ ഒന്ന് ആലോചിച്ചാൽ നമ്മൾ എന്തൊരു കാര്യം വിവരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് എന്ന് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൗശലം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ പ്രാവീണ്യം കൊണ്ട്, എൻ്റേതായിട്ടുള്ള അവഗാഹം കൊണ്ട്, എൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ് കൊണ്ട് എന്നുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹംദ് എന്ന് പറയുകയില്ല. അവിടെ നമ്മൾ നമ്മുടെ ഹംദാണ് ചെയ്തത്, നമ്മെക്കുറിച്ചാണ് നമ്മൾ പ്രകീർത്തിച്ചത്. അള്ളാഹുവിനെക്കുറിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈ കലർപ്പ് ഒരു തരത്തിലും ചേരാത്ത ഖലീഫത്ത് മസീഹ് റാബി തിരുമനസ് പറയാണ്, ചില സമയത്ത് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അങ്ങേയറ്റം ഭയപ്പാടുണ്ടാവുകയും ഞാൻ വിറകൊള്ളാറുമുണ്ട്. എനിക്ക് ശ്വാസതടസ്സം വരെ സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനെ എത്രമാത്രം സ്തുതിക്കുന്നു, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ എത്രമാത്രം അതിൽ ചേരുന്നു എന്ന് പരിഗണിച്ചുകൊണ്ട്. ഇതൊരു കാലത്തിൻ്റെ ഖലീഫയുടെ അവസ്ഥയാണെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഏതോ ലോകത്താണ് പിന്നെ ഇരിക്കാറുള്ളത്. ഈ ഒരു അവസ്ഥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്തൊന്ന് സ്തുതിക്കുമ്പോഴും അത് തൻ്റെതായിട്ടുള്ള ഒന്നും അതിലില്ല എന്നും, ഹംദ് മുഴുവൻ അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്
എന്ന നിലയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് ചെയ്തിരുന്നത്. അങ്ങനെ അഹമ്മദായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള ഹംദ് അള്ളാഹുവിന് മാത്രമുള്ളൂ, നമുക്ക് ആർക്കുമില്ല. നാം എന്ത് തന്നെ ചെയ്താലും, എത്ര വലിയ പ്രവൃത്തി ചെയ്താലും നമ്മുടേതായിട്ട് അതിൽ ഒന്നും തന്നെ ഇല്ല. അത് ദീനിപരമാകട്ടെ ഭൗതികമാകട്ടെ ഏത് കാര്യമാണെങ്കിലും നാം പ്രകീർത്തിക്കപ്പെടുന്നതിന്, നാം ശ്ലാഘിക്കപ്പെടുന്നതിന്, നാം സ്തുതിക്കപ്പെടുന്നതിന് കാരണമായ ഒരു അണുവിൻ്റെ അത്ര പോലും, അണു അംശം പോലും അതിനകത്തുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ സർവസ്ഥിതിയും അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ഇത് അള്ളാഹുവിൻ്റെ ഫായിലിയായ നില ഹംദ് എന്നാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തൻ്റെ ഗ്രന്ഥമായ നജ്മുൽ ഹുദ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ളത്. മറ്റൊരു ഹംദ് അള്ളാഹുവിൻ്റെ മഫൂലിയായിട്ടുള്ള ഹംദ് കൂടി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മളൊന്നും തന്നെ ഓർക്കാതെ നമ്മളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ഹംദ് മുഴുക്കെ സമ്പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരവസ്ഥ. ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമുക്ക് നമസ്കാരത്തിൽ ഓതാൻ കഴിയുമ്പോഴാണ് നാം ഒന്നുമല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയും അള്ളാഹു അക്ബർ എന്ന വാക്കിന് ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും നമുക്ക് കഴിവുകളുണ്ടെന്നോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നോ നാം വിചാരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അത് നിരർത്ഥകമാണ്. അത് പലപ്പോഴും വഞ്ചനാത്മകമാണ്. അത് നമ്മെ വഞ്ചിക്കുകയോ മറ്റാരെങ്കിലും വഞ്ചിക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണ്. ഇതിൽ നിന്ന് അടുത്ത പടി, നാം വേറെ ഒരാളെ പ്രകീർത്തിക്കുന്നിരിക്കട്ടെ, മറ്റൊരാളെ, ഇപ്പം നമ്മൾ സ്വയം അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് പകരം വേറെ ആരെങ്കിലും സ്തുതിക്കുന്നു, അതിൻ്റെ കൂടെ അൽഹംദുലില്ലാ എന്നോട് കൂട്ടി പറയുന്നു, അതും തികച്ചും ഇതിനേക്കാൾ കൂടുതൽ വഞ്ചനാത്മകവും ഇതിനേക്കാൾ കൂടുതൽ അയാഥാർത്ഥ്യവുമാണ് എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയെന്നാൽ നാം ആലിമുൽ ഗൈബി വ ഷഹാദയല്ല, നാം പരോക്ഷ കാര്യങ്ങളെയും പ്രത്യക്ഷ കാര്യങ്ങളെയും പൂർണ്ണമായും അറിയുന്നവരല്ല. ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് നാം എത്ര തന്നെ നന്നാക്കി പറഞ്ഞാലും അയാളുടെ ഉദ്ദേശം എന്ത്, അയാൾ എന്ത് കാരണത്താൽ ചെയ്യുന്നു, അയാളുടെ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരിക്കലും നിർവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലോകത്തിൽ ഒരാളെക്കുറിച്ചും നാം സ്തുതിക്കണമെങ്കിൽ നാം അർഹരല്ല. യഥാർത്ഥത്തിൽ നാം സ്വയം സ്തുതിക്ക് അർഹമല്ല എന്നതുപോലെ തന്നെ മറ്റൊരാളെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി സ്തുതിക്കുവാനുള്ള കഴിവും നമുക്കാർക്കുമില്ല. യഥാർത്ഥ സ്തുതിക്ക് അർഹൻ അള്ളാഹുവാണ് എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സ്തുതി പറയുവാനുള്ള അർഹതയും അള്ളാഹുവിന് മാത്രമാണുള്ളത്. അള്ളാഹു ഒരാളെ സ്തുതിക്കുകയാണെങ്കിൽ അവൻ അതിൻ്റെ അറിവുണ്ട്, അവനത് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സ്തുതിക്കുന്നത്. അങ്ങനെ സ്തുതിക്കുന്നതിനെയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അഥവാ സ്തുതിക്കപ്പെട്ടവൻ, അള്ളാഹുവിനാൽ സ്തുതിക്കപ്പെട്ടവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിയുടെ നാമം മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ എന്ന വ്യക്തി നാമത്തെയല്ല ഞാനിവിടെ പരാമർശിക്കുന്നത്, മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തായിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് നൽകപ്പെട്ട അന മുഹമ്മദുൻ അന അഹ്മദുൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സിഫത്തിയായിട്ടുള്ള നാമത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിപരമായ നാമമല്ല അത്. ആ മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ പേരാണ്. അഥവാ അള്ളാഹുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്തുതിച്ചിട്ടുള്ളത്. ഇതിനെ പരിഗണിക്കുമ്പോൾ രണ്ടു കൂടി തമ്മിലുള്ള ഒരു ബന്ധം കൂടി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ഏത് വിധത്തിൽ തൻ്റെ സ്തുതിയെയും മറ്റ് സൃഷ്ടികളുടെ സ്തുതിയെയും തികച്ചും വിമുക്തമാക്കിക്കൊണ്ട്, അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വിമുക്തമായിക്കൊണ്ട് തികച്ചും സംശുദ്ധമായ നിലയിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്തുതിക്ക് പകരമായി അള്ളാഹു അതേ നാണയത്തിൽ, അതിൻ്റെ നേരെ മറ്റൊരു വശത്തിൽ അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്തുതിക്കുന്ന ആളാണെന്ന് കാണിച്ചു തരികയാണ് മുഹമ്മദ് എന്ന നാമം നൽകിക്കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്,
അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സ്തുതിച്ച ആളും ആ സ്തുതി മൂലം അള്ളാഹു യഥാർത്ഥത്തിൽ സ്തുതിച്ച ഏക വ്യക്തിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്നാണ്. അപ്പോൾ ആദ്യം നടന്നത് മുഹമ്മദ് നബിയുടെ അഹമ്മദ് എന്ന പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ നേരെ പ്രതികരണം എന്ന നിലയിൽ അള്ളാഹുവിൽ നിന്ന് നടന്ന പ്രവൃത്തിയാണ് മുഹമ്മദ് അഥവാ മഫൂലിയായിട്ടുള്ള പ്രവൃത്തിയാണ് മുഹമ്മദ് എന്നത്. ഈ രണ്ടും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചു എന്ന്, അപ്പം തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ഒരാളെ എൻ്റെ മകൻ എന്ന നിലയിൽ പരിപാലിക്കാം. അതേസമയത്ത് ഇത് എൻ്റെതല്ല, എന്നെ എൻ്റെ റബ്ബേൽപ്പിച്ച അമാനത്താണ് എന്ന നിലയിൽ എൻ്റെ റബ്ബ് എങ്ങനെയാണോ ഇതിനെ വെക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെയാണ് ഞാൻ വെക്കേണ്ടത് എന്ന നിലയിൽ ഞാൻ പരിപാലിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പരിപാലിച്ചോ അതുപോലെ പരിപാലിക്കേണ്ടതുണ്ട്. അതായത് തൻ്റെ അസ്തിത്വത്തെ മാറ്റി നിർത്തി അള്ളാഹുവിൻ്റേത് മാത്രമാണ് എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് തൻ്റെ മകനാണ് എന്നതിന് അള്ളാഹുവിന് സ്തുതി പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകനെ മകനായിട്ട് വെക്കുമ്പോൾ ആ മകനെ മകനായിട്ട് കാണുന്നത് അള്ളാഹു നൽകിയത് എന്നതിലുപരി അതിനെ എങ്ങനെയാണ് അള്ളാഹുവിനോട് സ്തുതിക്കേണ്ടത്, ആ ഒരു ഉപകാരം കിട്ടിയാൽ, ഒരു അനുഗ്രഹം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനോട് നന്ദി കാണിക്കുന്നതിനെയാണ് ഹംദ് എന്ന് പറയുന്നത്. ആ നന്ദി കാണിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നന്ദി കാണിച്ചോ അങ്ങനെ നന്ദി കാണിക്കുമ്പോഴാണ് നാം അഹമ്മദായി മാറുന്നത്. അങ്ങനെ ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ അഹമ്മദാകുന്നു ആ കാര്യത്തിൽ അയാൾ മുഹമ്മദായി മാറും. അയാൾ അള്ളാഹുവിനാൽ പ്രകീർത്തിക്കപ്പെടും. അയാളുടെ ജീവിതത്തിൽ അത്രയും സ്തുത്യർഹമായ നിലയിൽ അള്ളാഹുവിൻ്റെ സ്വീകാര്യത അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് അള്ളാഹു അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കുന്നു. അള്ളാഹു തന്ന അനുഗ്രഹത്തെ നാം പരിഗണിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ അഹമ്മദ് എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ അതിനെ മുഹമ്മദ് എന്ന നിലയിൽ അള്ളാഹുവിൽ നിന്ന് ഒരു സ്തുത്യർഹമായ സ്ഥാനം നമുക്ക് ലഭിക്കുന്നു. ആ സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുമ്പോൾ ലഭിക്കുന്നതാണ്. ഇത് ഒരു മകൻ്റെ കാര്യം മാത്രമല്ല, അള്ളാഹു തന്നിട്ടുള്ള കണ്ണും കാതും മൂക്കും ചെവിയും, അവൻ തന്നിട്ടുള്ള അസ്ഥിയും മജ്ജയും മാംസവും ആലോചനാ ശക്തിയും, അള്ളാഹു തന്നിട്ടുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം തന്നെ നാം നമ്മുടേതല്ലാത്ത അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന നിലയിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. ഈ മുഹമ്മദും അഹമ്മദും മനസ്സിലാക്കിയതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം പറയുമ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അതിനെക്കുറിച്ച് പറയാണ്, ജബ് ഹംദ് ഇസ് दर्जा तरक्की कर जाती हैं कि हम्द करने वाला अपना वजूद को कुल्लियतन खो देता है. ഹംദ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് നാം അതിൻ്റെ പടിപടികളായി അത് ഉയർന്നുകൊണ്ട് അതൊരു നിശ്ചിത പദവിയിലെത്തുമ്പോൾ അവിടെ വെച്ച് തങ്ങളുടെ അസ്തിത്വത്തെ കുല്ലിയത്തൻ സർവസ്വവും പരിത്യജിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നു. അവിടെ അള്ളാഹു മാത്രമാണ് അവനുണ്ടായിരിക്കുക. അങ്ങനെ എത്തുന്ന സമയത്ത് और उसका वजूद अपने हम्द से खाली हो जाता है. തൻ്റെ അസ്തിത്വം, അങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരാളുടെ അസ്തിത്വം തൻ്റെ അസ്തിത്വത്തിൽ നിന്ന് തികച്ചും കാലിയായി മാറുന്നു, ശൂന്യമായി മാറുന്നു. അതായത് താനൊന്നാണ് എന്ന് എവിടെയും തോന്നുകയില്ല. എവിടെയും ഇല്ലാത്ത, താൻ ഒന്നുമല്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ളൊരവസ്ഥ ഖാലിയായിത്തീരുന്ന സമയത്ത് തബ്ഹിയെ മുഖാം നസീബ് ഹോ സക്താ ഹെ, അപ്പോഴാണ് ഈ സ്ഥാനം ഒരാൾക്ക്, ഹംദ് എന്ന സ്ഥാനം അഥവാ അഹ്മദി എന്ന സ്ഥാനം ഒരാൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ആൾക്ക് ഹുസൂർ തിരുമനസ് തുടർന്ന് മറ്റൊരിടത്തിൽ പറയുകയാണ്, അങ്ങനെ എത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ആരാധിക്കുമ്പോൾ, നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അനുഗമിക്കുമ്പോൾ വാസ്തവത്തിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അനുഗമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹത്തെ നാം വിലമതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അള്ളാഹു തന്ന അനുഗ്രഹത്തെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് നബി തിരുമേനി കാണിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ
അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും അതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ നൽകുന്ന പ്രതിഫലത്തെയാണ് മഖാമെ മഹ്മൂദ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിനാണ് ചെറിയൊരു സാധാരണ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. ലോകത്ത് ആര് ഒരാൾ ബാങ്ക് കേട്ടാലും ഉടനെ ഒരു മോമിൻ എന്ത് പറയും? ആത്തി മുഹമ്മദിനിൽ വസീലത്ത വൽ ഫലീലത്ത ഒബഅസഹു മഖാമം മഹ്മൂദ വദർജത്തു റഫിയത്ത ഒബഅസഹു മഖാമം മഹ്മൂദ. അള്ളാഹുവെ, നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഖാമെ മഹ്മൂദ് നൽകണമേ എന്ന് ദുആ ചെയ്യും. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ആരാധനയിലേക്കും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്കും, ഒന്നുകൂടെ പറഞ്ഞാൽ അതിന് നേരെ മുമ്പെന്താണ് കേട്ടത്? വിജയത്തിലേക്ക് വരിക, നമസ്കാരത്തിലേക്ക് വരിക എന്നാണ്. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വിജയം കൈവരിക്കുന്ന ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് പറയുമ്പോഴേ നമ്മൾ ദുആ ചെയ്യുന്നത് എന്താണ്? ഈ മാർഗം എനിക്ക് കാണിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്നാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥാനം, അതിന് പ്രതിഫലമായിട്ട് ഞാൻ നമസ്കരിക്കുന്നതും ഞാൻ എന്ത് ചെയ്താലും നന്മ ചെയ്താലും അതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിൻ്റെ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക്, ശ്ലാഘനീയമായ സ്ഥാനത്തേക്ക് ഉയരുന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന സ്ഥാനം ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നതല്ല, അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കുകയും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ആ മഖാമെ മഹ്മൂദ് നിലനിൽക്കുന്നതല്ല, അത് ആദ്യം ലഭിക്കുന്നുവെങ്കിൽ അതേ സമയത്ത് അത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്ത് ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിക്കുമ്പോഴും അവിടെ മഖാമെ മഹ്മൂദിനുള്ള വർധനവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തിരുമൻസ് ഒരു ഖുത്ബയിൽ പറഞ്ഞത്, MTA വന്നതിന് ശേഷം മഖാമെ മഹ്മൂദിനെ വിവരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ഖുത്ബയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, 1993 തോന്നുന്നു ഈ ഖുത്ബ. അത് റംസാനിന് അവസാന അഷ്റയിലാണ് ഹുസൂർ ഇത് കൊടുക്കുന്നത്, ഖുത്ബ നൽകുന്നത്. അപ്പോൾ പറയുകയുണ്ടായി, ബാങ്ക് കൊടുത്താൽ ഓരോരുത്തരും ഈ ദുആ ചെയ്യുന്നു. അതിന് കാരണം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയുന്നു, ഹദീസിലുള്ളതാണ്, ഒരാൾ നമസ്കരിക്കുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കാൻ സാഹചര്യമില്ലാത്ത സമയത്ത് അയാൾ ബാങ്ക് കൊടുക്കട്ടെ, എന്നിട്ട് നമസ്കരിക്കട്ടെ. അവിടെ മലക്കുകൾ അയാളുടെ കൂടെ നമസ്കരിക്കുന്നു. ആ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നിർണയിച്ച മലക്കുകൾ ഒബഅസഹു മഖാമം മഹ്മൂദ എന്ന ദുആ ചെയ്യുന്നു എന്ന് മറ്റ് ഹദീസിലുണ്ട്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാങ്ക് കേൾക്കുന്ന ഉടനെ ആകാശത്ത് മുഴുവൻ ഖലീഫത്തുൽ മസീഹിന്റെ വാക്കുകളിൽ ഇർതിആഷ് പൈദാ ഹോത്തിയെന്ന്, ഒരു പ്രകമ്പനം ഉടനെ ഉടലെടുക്കുന്നു. ബാങ്കിന് ശേഷം മലക്കുകളുടെ പ്രാർത്ഥനയുടെ ഒരു പ്രകമ്പനം. ആ പ്രകമ്പനം MTA വന്നതോടുകൂടി ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ലോകത്തിൻ്റെ നാനാ കോണുകളിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വം വഹിച്ചുകൊണ്ട് നമുക്ക് ആ പ്രകമ്പനം മലക്കുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. ആ സമയത്ത് നമസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി മലക്കുകളുടെ കൂടെയാണ് നമസ്കരിക്കുന്നത്. അതായത് ബാങ്ക് കൊടുക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഖാമെ മഹ്മൂദിന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷത്തിലാണ് സമയത്ത് നമസ്കരിക്കുന്ന ആൾ നമസ്കരിക്കുന്നത്. അല്ലാത്ത ആൾക്ക് ആ മലക്കുകളുടെ ആ സാന്നിധ്യം അവിടെ ലഭിക്കുന്നില്ല. ഈ ഒരു സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദും അഹമ്മദും എന്ന സ്ഥാനം മനസ്സിലാക്കാതെ, ഇത് ആത്മീയമായൊരു സ്ഥാനമാണ്, ഇതിനെ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇസ്മു അഹമ്മദിൻ്റെ ചർച്ചയിലേക്ക് നീങ്ങാറുള്ളത്. ആത്മീയമായിട്ടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദിൻ്റെ സ്ഥാനവും ആത്മീയമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹമ്മദ് എന്ന സ്ഥാനവും മനസ്സിലാക്കാതെ ഉള്ള ഒരു ചർച്ചയിലേക്ക് നാം ഇസ്മു അഹമ്മദിൻ്റെ ചർച്ചയെ വലിച്ചിഴക്കുമ്പോൾ തബ്ലീഗ് രംഗത്ത് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാത്തത് കൊണ്ട് നാം അതിനെ പ്രത്യക്ഷവൽക്കരിക്കാൻ ശ്രമിക്കുകയും വെറും ഭൗതികമായിട്ടുള്ള ചില ലോജിക്കൽ തെളിവുകളിലൂടെ നാം ഇക്കാര്യത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖാമിനെ മനസ്സിലാക്കാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള അവകാശം ആർക്കുമില്ല. അതല്ലെങ്കിൽ ആ മഖാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിലും ആ മഖാമിനെ കുറിച്ചുള്ളൊരു ഓർമ്മയെങ്കിലും, ആ മഖാമിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള അവബോധമെങ്കിലും, ആ ഉന്നത സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ആദരവെങ്കിലും ഹിത്തടങ്ങളിലില്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താൻ നമുക്ക് അർഹതയില്ല. ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു വിഷയം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച ഭാഗങ്ങൾ
നാവുമായിട്ട് ഷിഫാത്തിൻ്റെ ബന്ധം എന്താണ്, വസീലത്തിൻ്റെ ബന്ധം എന്താണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അള്ളാഹുവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചത്, അവിടുന്ന് നമ്മളെ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൂട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഒരു മഖാമിനെ മനസ്സിലാക്കിയ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അഹമ്മദ് എന്ന പ്രവചനത്തെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ എങ്ങനെയാണ് പ്രകീർത്തിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഓർത്തിട്ട് നമുക്കിതിലേക്ക് കടക്കാം. ഒന്ന്, അഹമ്മദ് അള്ളാഹുവിനെ എങ്ങനെ പ്രകീർത്തിക്കുന്നു എന്നതിനനുസരിച്ച് അള്ളാഹു നൽകിയ വരദാനമാണ് മുഹമ്മദ് എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിൽ സ്തുതി അള്ളാഹ് മാത്രമേ ഒരാളെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ആ കാര്യങ്ങൾ അറിയുകയുള്ളൂ. ആ സ്ഥാനത്തെ മനസ്സിലാക്കിയ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പ്രകീർത്തിച്ചത് എന്ന് കാണിച്ചു തന്നതുകൊണ്ടാണ് അഹമ്മദായത്. അഹമ്മദ് എന്ന് മാതാപിതാക്കൾ പേര് വെച്ചതുകൊണ്ടല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹമ്മദ് എന്ന സിഫത്ത് എങ്ങനെയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഹംദ് പറയുന്നത് എങ്ങനെയാണ് എന്ന് ആ മഖാമിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയ ആളായിരുന്നു മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ആ സിഫത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അഹമ്മദി സിഫത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലുണ്ട്. അതുകൊണ്ടാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവൽ പ്രവാചകനായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിതമായിട്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കാനുണ്ടായ കാരണം. അവിടെ ഇനി ഞാൻ തൽക്കാലം ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് സൂറത്തു സഫിൻ്റെ ആരംഭ ഭാഗങ്ങൾ ഇന്ന് കഴിയുകയാണെങ്കിൽ അവിടെ, അതിനുശേഷം ഇസ്ബു അഹമ്മദ് എന്ന പ്രവചനത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അഹമ്മദ് എന്നുള്ള ആ നാമത്തെ എങ്ങനെയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രകീർത്തിച്ചതെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയതെന്നും മസീഹ് മൗഊദിൻ്റെ വചനങ്ങളിലൂടെ ഞാൻ അവിടെ വെച്ചിട്ടാണ് പിന്നീട് ഈ വിഷയം അങ്ങോട്ട് തുടരുക. അതിന് മുമ്പ് സൂറത്തു സഫിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ഇസ്മു അഹമ്മദ് എന്നുള്ള വചനം നമ്മൾ തബ്ലീഗിനും മറ്റും ഉപയോഗിക്കുമ്പോൾ പലരും ഒമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യദ്ഉ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്ന, ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവനേക്കാൾ അക്രമി ആര് എന്ന ഒരു വചനത്തിന് അതിനെ വളരെ മോശമായ നിലയിൽ എതിരാളികൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അതായത് അപ്പോൾ അതിനെന്തായിരിക്കും ഉത്തരം, ഏതുത്തരം പറഞ്ഞാലാണ് ശരിയാവുക എന്ന് ആലോചിക്കാറുണ്ട്. അത് ആ ആയത്തിൽ മാത്രം നിന്ന് ആലോചിക്കുന്നവരാണ് ഉണ്ടാവാറുള്ളത്. ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ സബ്ജക്റ്റിൽ ഇസ്മു അഹമ്മദ് എന്നുള്ള പ്രശ്നത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അഹമ്മദ് എന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഹദരത്ത് ഈസ അലൈഹി സ്വലാമാണ് പ്രവചനം ചെയ്യുന്നത്. വൈദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഓർക്കുക, ഈസ ഇബ്നു മറിയം പറഞ്ഞിരുന്നു, ഓ ബനി ഇസ്രായേൽ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവനാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് മുമ്പ് വന്ന തൗറാത്തിലുള്ളതിനെ, കൂടാതെ ഒരു ദൂതനെക്കുറിച്ചുള്ള സുവാർത്ത കൂടി നൽകുന്നു. അത് എനിക്ക് ശേഷമാണ് വരിക, അദ്ദേഹം എനിക്ക് ശേഷമാണ് വരിക. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കും. ഞാനിതിൻ്റെ പദങ്ങളുടെ തർജ്ജമ നേർക്ക് നേരെയാണ് ചെയ്തത്. ഇനി ഈ പറയുന്ന സൂറത്ത് സഫിലുള്ള അഹമ്മദ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആണോ അതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ എന്ന് ചർച്ച ചെയ്യാറുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു തർക്ക വിഷയമാണ്. അതേ സമയത്ത് മുഹമ്മദ് അഹമ്മദ് എന്ന് രണ്ടും, അഹമ്മദ് എന്ന് പറഞ്ഞതിൽ മസീഹ് മൗഊദും റസൂൽ തിരുമേനിയും രണ്ടുമാണോ എന്നും അറിയേണ്ടതുണ്ട്. ഒന്നാമതായി മുഹമ്മദ് നബി തിരുമേനിയാണോ അതോ മസീഹ് മൗഊദാണോ?
അതല്ല രണ്ടുപേരുമാണോ? ഇനി അടുത്തത്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയാണെങ്കിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രവചനം എങ്ങനെയാണ് യോജിക്കുന്നത്? മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ എങ്ങനെയാണിത് സാക്ഷാത്കരിക്കുക? മറ്റൊന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കരിക്കുന്നുവെങ്കിൽ നബി തിരുമേനിയുടെ വ്യക്തിനാമമായ അഹമ്മദ് എന്നത് നബി തിരുമേനിയുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിനാമമാണോ അതോ സിഫാത്തി നാം അഥവാ ഗുണനാമമാണോ എന്ന കാര്യം അറിയണം. ഇനി ഗുണനാമമാണ് എന്ന് തന്നെ മനസ്സിലായാൽ, അതല്ല വ്യക്തിനാമം, രണ്ടാവട്ടെ, രണ്ടിലൊന്ന് അല്ലെങ്കിൽ രണ്ടുമാണെങ്കിലും അവിടെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഈ പ്രവചനവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇതിൽ മറ്റൊരു വശം വരുന്നത്, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിപുരുഷനായി വന്നതിനാൽ പ്രതിപുരുഷൻ എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണനാമങ്ങൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലും പ്രകടമാകേണ്ടതുണ്ട്. ആ നിലയിൽ അഹമ്മദ് എന്ന ദൂതൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നത് എങ്ങനെ? ആ ഗുണനാമത്തിൽ എങ്ങനെ ആവും? ഈ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സാധാരണഗതിയിൽ തബ്ലീഗ് രംഗത്തും, ഇത് തബ്ലീഗ് രംഗമൊന്നും അല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെക്കുറിച്ച് ഉണ്ടാകാവുന്ന 3 കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അള്ളാഹു ഹിക്മത്തോടു കൂടിയ വളരെ കൃത്യമായ കണിശമായ ബന്ധത്തോടു കൂടി ഇറക്കിയിട്ടുള്ള ഒരു വചനമാണ്. അതിലെ ഓരോ വചനവും അടുത്ത വചനവുമായിട്ട് വളരെ ശക്തമായ നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും അതിന് ബന്ധമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന കാരണം 4 ആവാം. ഒന്ന്, അറബി ഭാഷയും അതിൻ്റെ പ്രയോഗങ്ങളും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, തിരിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. ഭാഷയുടെ പ്രയോഗങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള കഥകളിൽ മസ്ഹൻ എന്നൊരു പദമുണ്ട്. അത് സാധാരണ തഫ്സീറുകളിൽ നമ്മൾ കാണുന്നത് സുലൈമാൻ നബി കുതിരയുടെ കാല് മുറിച്ചു എന്നാണ്. അതേ സമയത്ത് അതേ മസ്ഹ് എന്ന പദം ഒളു ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്രേസ് മനസ്സിലാകാതെ, ആ പ്രയോഗം മനസ്സിലാകാതെ ഒളു ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? മസ ചെയ്യാന്ന് പറയും. പക്ഷെ സുലൈമാൻ നബിയുടെ കഥ പറയുമ്പോൾ സൂറത്ത് സ്വാദിൽ കഥ പറയുമ്പോൾ ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല ഒരു ചെറിയ ചോദ്യം മാത്രം അതിൻ്റെ അടിയിൽ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ കുതിരയുടെ കാലുവെട്ടലാണ് അവിടെ അർത്ഥമെങ്കിൽ അറബി ഫ്രേസ് അനുസരിച്ചുകൊണ്ട് ഒളു ചെയ്യുമ്പോൾ ഒരു തല വെട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷയുടെ പ്രയോഗം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഭാഷ തർജ്ജമ ചെയ്ത ആളുകളാണ് അധികവും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഖുർആൻ പരസ്പര ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഖുർആൻ്റെ ഒരു ഉസ്ലൂബെ കലാം എന്ന് പറയും ഉറുദുവിൽ. അതായത് ഖുർആൻ്റെ വിവരണ ശൈലിയുണ്ട്. ആ ശൈലി ഇൽഹാം ഇറങ്ങുന്ന, ദൈവിക വചനങ്ങൾ ഇറങ്ങുന്ന ശൈലി അനുസരിച്ചിട്ടാണ് അതിനെ വിവരിക്കേണ്ടത്. ദൈവിക വചനങ്ങൾക്ക് അതിൻ്റേതായ ശൈലിയുണ്ട്, മനുഷ്യവചനങ്ങൾക്ക് അതിൻ്റേതായ ശൈലിയുണ്ട്. അപ്പോൾ ദൈവിക വചനങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ അതനുസരിച്ച് വിവരിക്കുകയോ ചെയ്യാത്തതുകൊണ്ടും ഖുർആൻ്റെ മേലുള്ള ആയത്തും താഴെയുള്ള ആയത്തും തമ്മിൽ ബന്ധമില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. മറ്റൊരു പ്രധാന അപകടം സംഭവിക്കാറുള്ളത്, റൂഹാനിയായിട്ടുള്ള അഭിരുചി ഇല്ലാത്തവരാണ് റൂഹാനിയായിട്ടുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കാറുള്ളത്. ആത്മീയമായിട്ടുള്ള ഒരു അഭിരുചിയും ഒരു ടേസ്റ്റും ഉള്ള ആളുകൾക്ക്, ആ രസം അതിൻ്റെ രുചിയുള്ള ആളുകൾക്ക് ആത്മീയമായ കാര്യങ്ങളെ, ആത്മീയമായ വചനങ്ങളെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, ഖുർആൻ ചിന്തിക്കുവാനും ബുദ്ധിപരമായിട്ട് ആലോചിക്കുവാനുമാണ് എന്ന് മറന്നുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു പ്രധാന കാര്യമാണ്. മനുഷ്യത്വത്തിനെതിരായിട്ട് ഒരു വാക്കും ഖുർആനിൽ ഉണ്ടാവില്ല. കാരണം മനുഷ്യന് മാർഗദർശനമായിട്ട് വന്ന ഖുർആനിൽ, മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന ഖുർആന് മനുഷ്യത്വത്തിനെതിരുണ്ടാവില്ല. മനുഷ്യന് ബുദ്ധിയും വിവേകവും തന്നുകൊണ്ട് ആ ബുദ്ധിക്കും വിവേകത്തിനും ഒരിക്കലും നിരക്കാത്തൊരു സാധനം അള്ളാഹ് പറയില്ല.
അതിന് നിരക്കാത്ത ഉണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഖുർആൻ പരസ്പര ബന്ധമില്ല എന്ന് തോന്നാനുള്ള കാരണം ബുദ്ധിക്കും വിവേകത്തിനും നിരക്കാത്ത കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെയും പരിഗണിക്കാത്തതുകൊണ്ടാണ് ഖുർആനെ പരസ്പര ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നത്. ഞാനിവിടെ ഇസ്മു അഹമ്മദ് എന്നുള്ള ഈ ഒരു പ്രവചനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴേ ഖുർആനിലെ ഒരൊറ്റ വാക്കും മറ്റൊരു വാക്കുമായിട്ട് ബന്ധമില്ലാത്തതില്ല എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ സൂറ സഫിൻ്റെ അതിൻ്റെ ഇസ്മു അഹമ്മദ് എന്നുള്ള പ്രയോഗം വന്ന ആ ആയത്തിൻ്റെ മുമ്പുള്ള വചനങ്ങളും അതിൻ്റെ ശേഷമുള്ള വചനങ്ങളും വായിക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വാക്കെങ്കിലും ഊരിയെടുത്താൽ, ഒരക്ഷരം ഇന്ന് ഊരിയെടുത്താൽ അത് വെക്കാൻ പിന്നെ വേറെ സ്ഥലം കിട്ടില്ല. അത്രയും കണിശമായി ബന്ധിതമാണ് ഓരോ വചനങ്ങളും ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു നിലയിൽ, അതായത് ഖുർആന് പരസ്പര ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂറ സഫിൻ്റെ തുടക്കം മുതൽ തന്നെ നോക്കാം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു സംഗതി, നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് സാധാരണ ഒരാൾ പറയുമ്പോൾ മുമ്പാരും വ്യാഖ്യാനിക്കാത്തതെന്ന് പറയും. ഇസ്മു അഹമ്മദ് എന്നുള്ള പ്രയോഗം വന്ന ആ ആയത്തിൻ്റെ നേരെ അടുത്ത 2 ആയത്തുകൾക്ക് ലോകത്തുള്ള എല്ലാ മുഫസ്സിരിങ്ങളും ഏകോപിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതിൽ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. ഈ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകളും മസീഹിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാവേണ്ടത് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മഹദിയുടെ കാലഘട്ടത്തിൽ, രണ്ടും ഒരേ കാലഘട്ടമാണ്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ് എന്ന് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഈ 2 ആയത്തുകൾ നബി തിരുമേനിയുടെ കാലഘട്ടത്തിലല്ല എന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ, വാഗ്ദത്ത മസീഹിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ് എന്നതിലും മുഫസ്സിരീങ്ങൾ ഐകകണ്ഠ്യേന യോജിക്കുന്നു. 1-2 ആളുകൾ ചിലപ്പോൾ അതിനെതിരെ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ തഫ്സീറുകൾക്കും ആ വില തന്നെ മറ്റുള്ളവർ നൽകിയിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് പ്രഗത്ഭരായിട്ടുള്ള മുഫസ്സിരീങ്ങൾ എല്ലാവരും യോജിക്കുന്ന ഒരു സംഗതിയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ റാസി ആവട്ടെ, അല്ലാമ ആലൂസി തഫ്സീർ കബീറിൽ റാസിയും ഫത്ഹുൽ ബയാനിൽ അല്ലാമ ആലൂസി, അതേപോലെ തന്നെ റൂഹുൽ ബയാൻ തുടങ്ങിയിട്ടുള്ള റൂഹുൽ മാനിയിൽ അല്ലാമ ആലൂസി, ഫത്ഹുൽ ബയാനിൻ്റെ മുഫസ്സിർ, ഇങ്ങനെ എല്ലാവരും യോജിക്കുന്ന ഒന്നുണ്ട്. ഞാൻ അതിലൊരു വചനം ഇത് കേൾക്കുന്നവർക്ക് അത് ഓർമ്മ നിൽക്കുന്നതിന് വേണ്ടി, അതായത് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അതിൽ അല്ലാമ ആലൂസി റൂഹുൽ മആനിയുടെ 3-ാമത്തെ വാള്യത്തിൽ ഇപ്രകാരം എഴുതുന്നു: വ അക്സറുൽ മുഫസ്സിരീന അലൽ ഇഹ്തിമാലി സാനി ഖാലു വദാലിക ഇൻദ നുസൂൽ ഈസ ഇബ്നു മറിയം. മുഫസ്സിരീങ്ങളിൽ അധിക പേരും രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തിലാണ് യോജിച്ചിട്ടുള്ളത്. അതായത് മഹദിയുടെ കാര്യം, മസീഹിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, യോജിച്ചിട്ടുള്ളത്. ഈ സംഭവം, അതായത് ലോകത്ത് മുഴുവൻ ഇസ്ലാമിൻ്റെ അതിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും, ലോകത്ത് ഇസ്ലാമിനെ അതിജയിപ്പിക്കുന്ന മറ്റെല്ലാ മതങ്ങളുടെ മേലും അതിനെ അതിജയിപ്പിക്കും എന്ന് യുദ്ഹിറു അലദ്ദീനി കുല്ലി എന്ന വചനം സംഭവിക്കുന്നത് ഇന്ദ നുസൂൽ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിൻ്റെ ആഗമന കാലഘട്ടത്തിലാണ് സംഭവിക്കുക. ഫൈന്നഹു ഹീന ഇദിൻ ലാ യബ്ഖാ ദീനുൻ സിവൽ ഇസ്ലാം. ആ സമയത്ത് ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതവും അവശേഷിക്കുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അന്നുണ്ടായിരിക്കുമെന്ന്, അതായത് എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന ഘട്ടം മസീഹിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുക എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം റാസി, ഫഖറുദ്ദീൻ റാസി, മുത്തിമ്മു നൂരിഹി, അള്ളാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ അതിന് മേലുള്ള ആയത്തിനെ കുറിച്ചുകൊണ്ട് പറയുകയാണ്, വാസ്തവത്തിൽ പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ അതിനെന്തെങ്കിലും കുറവുണ്ടാകുമ്പോഴാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പ്രകാശത്തെ പൂർത്തീകരിക്കുന്ന അതിന് കുറവുണ്ടാകുന്ന ഒരു ഘട്ടം വരും. ആ കാലഘട്ടം മസീഹിൻ്റെ കാലഘട്ടമാണ്, അതല്ലെങ്കിൽ മഹദിയുടെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വാഗ്ദാനം, ഖുർആനിലുള്ള ഈ വാഗ്ദാനം എപ്പോൾ നിർവഹിക്കും എന്നതിനെക്കുറിച്ച്
ഇമാം റാസിയാട്ടെ, ആലൂസിയാട്ടെ, അതല്ല മറ്റ് മുഫസ്സിറുകളാകട്ടെ എല്ലാവരും പറയുമ്പോൾ അവരുടെ സ്വന്തം തഫ്സീറുകളല്ല പറഞ്ഞിട്ടുള്ളത്, സഹാബത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു കാര്യമുണ്ട്. ഇവർ പറയുന്നത് ഒഫിൽ ജവാബി അൻ നഖൂലു റുവിയ അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഇതിൻ്റെ മറുപടിയായി എനിക്ക് പറയാനുള്ള അല്ലാമ റാസി പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. അന്നഹു ഖാല ഹാദാ വഅദു മിനല്ലാഹി ബിഅന്നഹു തആല യജ്അലുൽ ഇസ്ലാമ ആലിയൻ അലാ ജമീഇൽ അദിയാനി വ ഇത്മാമു ഹാദാ ഇന്നമാ യസ്ലു ഇൻദ ഖുറൂജി ഈസ വഖാല സുദ്ദി ദാലിക ഇൻദ ഖുറൂജുൽ മഹ്ദി. അതായത് ഈ സംഭവം സംഭവിക്കുന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം മറ്റെല്ലാ മതങ്ങളുടെ മേലും ഇസ്ലാമിനെ അതിജയിപ്പിക്കുമെന്നുള്ള വാഗ്ദാനം നടക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദന പ്രകാരം മസീഹിൻ്റെ ആഗമന കാലഘട്ടത്തിലാണ്, ഈസബിന് മറിയമിൻ്റെ ആഗമന കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. സുദ്ദി പറയുന്നതനുസരിച്ച് മഹ്ദിയുടെ കാലഘട്ടത്തിലും ഇത് സംഭവിക്കേണ്ടതാണ്. രണ്ടും തഫ്സീർ കബീറിൽ രേഖപ്പെടുത്തി കിടക്കുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മഗ്രിബ് മുതൽ മശ്രിക്ക് വരെ ഒരു വിധത്തിലുള്ള മറ്റ് ദീനുകളും അവശേഷിക്കുകയില്ല, ഇസ്ലാം മാത്രമാണ് അവശേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റാസി അതിനെ ചർച്ച ചെയ്യുന്നത് ഇത്മാമുഹു ബി ഹസ്ബിൻ നുഖ്സാനി ഫിൽ അസ്രി, ഈ ഇസ്ലാമിന് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു കുറവുകൾ സംഭവിക്കുന്നു എന്ന ഘട്ടത്തിലാണ് അതിനെ പൂർത്തീകരിക്കേണ്ട അവസ്ഥ വരിക. അപ്പോൾ കാലം സൂറത്തു സഫിൻ്റെ ഈ രണ്ടായത്തുകൾ സംഭവിക്കേണ്ട കാലഘട്ടം മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് വ്യക്തമാണ്. ഹദരത്ത് അബൂ ഹയ്യാനും ബഹ്റ മുഹീത്ത് എന്ന തൻ്റെ തഫ്സീറിൽ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വൽ ബാഖിറു വ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, അബൂ ഹുറൈറയും ഇമാം ബാഖിർ റഹ്മത്തുള്ളാഹി അലൈഹിം അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുള്ളയും ഇൽഹാറുദ്ദീൻ ഇന്ദ നുസൂൽ ഈസബിന് മറിയം, ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെ അതിജയിക്കുന്നത് നുസൂൽ ഈസബിന് മറിയമിൻ്റെ കാലഘട്ടത്തിലാണ്, ഈസബിന് മറിയമിൻ്റെ ആഗമന കാലഘട്ടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഞാനിത് പറഞ്ഞത് സാധാരണ നമ്മളോട് ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഈ ആയത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് നമ്മോട് വാദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത രണ്ട് ആയത്തുകൾ നേരെ കാലം മാറ്റിയിട്ട് വേറൊരു കാലത്തേക്കാണ് കൊണ്ടുവെക്കേണ്ടി വരിക. കാരണം അതിനവർക്കൊരിക്കലും അതിനെ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കാര്യം കാണാവുന്നതാണ്. അപ്പോൾ സഹാബത്തും മുഫസ്സിരീങ്ങളും ഒരുപോലെ പറഞ്ഞ ഒരു സംഗതി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമാണ് മനസ്സിലായി. ഇതുവരെ നിങ്ങൾക്ക് സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ്. വളരെ അള്ളാഹുവിൻ്റെ ഓരോ വചനത്തിൻ്റെ ഓരോ വാക്കുകളിലും വളരെ ശക്തമായിട്ട് ഹിക്മത്തുകൾ, നമുക്കത് ആലോചിച്ചുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇത് ആലോചിച്ച് നോക്കാം. അത്രയും കൂടുതൽ അതിൽ ഹിക്മത്തുകൾ അള്ളാഹു നിറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ കലാം ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ ജോ ജറൂരി ത സബ് ഇസ്മെ മുഹയ്യ നിക്കല, എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതൊക്കെയും ഇതിൽ നമുക്ക് ലഭ്യമായിട്ടാണ് ലഭിക്കുന്നത്. അതായത് ഈ രംഗത്ത് നമ്മളൊരു ചർച്ചയ്ക്ക് വരുമ്പോൾ ആ കാര്യത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെയും ആ വചനത്തിൽ തന്നെ അടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് ബിസ്മില്ലാ മുതൽ നമ്മൾ ആരംഭിക്കുമ്പോഴേ ഇതിൽ തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർള്, വഹുൽ അസീസുൽ ഹക്കീം. സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർളിന് ഞാനൊരു തർജ്ജമ, അതിലുള്ള ഓരോ വാക്കുകൾക്ക് തർജ്ജമ ഇങ്ങനെ കൊടുക്കാം. അള്ളാഹുവിൻ്റെ തസ്ബീഹ് അവർ നിർവഹിച്ചു. സബ്ബഹ ലില്ലാഹി, അള്ളാഹുവിൻ്റെ തസ്ബീഹ്, അള്ളാഹുവിനെ അവർ പ്രകീർത്തിച്ചു. മാഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളവരും, ഒമാഫിൽ അർളി, ഭൂമിയിലുള്ളവരും. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അസീസും ഹക്കീമുമാണ്. എല്ലാ കാര്യങ്ങളും വളരെ യുക്തിഭദ്രമായിട്ട് അതിജയിക്കുന്ന വിലയിൽ, അതായത് രണ്ട് കാര്യമുണ്ട്. അസീസിനൊരർത്ഥം സർവ്വതിനെയും അതിജയിക്കുന്ന പ്രതാപത്തോടു കൂടി അതിജയിക്കുന്ന നിലയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവനാണ്. ഹക്കീം യുക്തിഭദ്രമായിട്ട് വളരെ തദ്ബീറുകളോട് കൂടി ആസൂത്രിത പദ്ധതികളോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നവനുമാണ്. സബ്ബഹ എന്ന പദം ഇവിടെ പ്രയോഗിച്ചത് മാലിയിലാണ്. ഖുർആനിൽ തസ്ബീഹിനെ കുറിച്ച് ഏകദേശം 86 സ്ഥലങ്ങളിൽ